കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2600 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാക്കനാടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിന് താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും പ്ലസ് ഒരു യൂട്ടിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. എല്ലാ സ്കൂൾ വണ്ടിയും വരുന്ന ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വില്ലയുടെ എൻട്രൻസും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. മനോഹരമായിട്ടുള്ളൊരു എലവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ബോക്സി ഡിസൈനോടൊപ്പം തന്നെ കൊളോണിയൽ ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ മതിലിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും 4-way ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വിക്കറ്റ് ഗേറ്റ് വരുന്നുണ്ട്. അപ്പം ഇതിലും CNC കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, വീടിൻ്റെ എലവേഷനും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിപ്പമുള്ള ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ അകത്തേക്ക് വരാം. വാഹനങ്ങൾ പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും വർക്കുകളൊക്കെ മേലെ വരുന്നുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റാണ്, ഇത് വരുന്നത് നോർത്തുമാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പോർച്ച് വന്നുള്ളത്. കിണറും നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പം ഈ ഭാഗത്തായിട്ട് അടുക്കള വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഏരിയയും കാര്യങ്ങളുമാണ് ഈ സൈഡിലുള്ളത്, അതായത് നോർത്ത് സൈഡിലുള്ളത്. ഇനി നമുക്ക് സൗത്ത് സൈഡിലേക്ക് വരാം. പ്രധാന ഡോറിന് മുന്നിലായിട്ടാണ് വിക്കറ്റ് ഗേറ്റ് വന്നുള്ളത്. ഭംഗിയായിട്ടാണ് വിക്കറ്റ് ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൗത്ത് സൈഡിലേക്ക് വന്നു. സൗത്ത് സൈഡിൽ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ട് ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ബാക്കിൽ വെസ്റ്റ് സൈഡിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. വീടിൻ്റെ ദർശനം, അതായത് വീടിൻ്റെ മുഖദർശനം വരുന്നത്, ഡോറ് വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. അപ്പം കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടും കൂടിയാണ്. ഒരു ചെയർ ഇടാനുള്ള സ്പേസ് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. വലിപ്പമുള്ള കട്ടളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു സിംഗിൾ ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇതിന് വന്നുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റ് ഇടാവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വാളിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്റ്റർ ഡിസൈനാണ് വന്നുള്ളത്. സൈഡ് വശങ്ങളിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാവുന്ന രീതിയിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ TV സ്പേസ് വന്നിരിക്കുകയാണ്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കണ്ടു. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഈ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും കയറി വരുന്ന എൻട്രൻസിനെയും സെപ്പറേഷൻ ചെയ്യുന്ന വർക്കാണത്. മേലെ CNC കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈവസി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിവിങ്ങിൽ നിന്ന് മാറി ഒതുങ്ങിയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 6 ചെയറോ 8 ചെയറോ ഈസി ആയിട്ട് ഇടാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. ധാരാളം ജനൽ വന്നിട്ടുണ്ട്. ഇത് 4 പാളിയാണെന്നുണ്ടെങ്കിൽ കയറി വരുന്നിടത്ത് 2 പാളിയും സിംഗിൾ പാളി ജനലും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചനാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് മേലെ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെയായിട്ട് ക്രോക്കറി ഷെൽഫ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ളൊരു കവറിങ്ങും കൂടിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ക്യൂരിയോസ് വയ്ക്കാം, ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. ഒരു C ടൈപ്പിലാണ് ഇതിൻ്റെ കിച്ചൺ സ്ലാബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിലാണ് പൂർണ്ണമായിട്ടും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അടുക്കളയുടെ സ്ഥാനം വന്നിരിക്കുന്നത്. കൈയെത്തുന്ന ദൂരത്തെല്ലാം ധാരാളം കബോർഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിച്ചണിലുണ്ട്. പവർ പോയിൻ്റ് ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഈസ്റ്റ് സൈഡാന്ന് പറഞ്ഞു, അവിടെ ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഡബിൾ സിങ്കാണ് ഇവിടെ കൊടുത്തുള്ളത്. രണ്ട് സൈഡിലേക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ സിങ്കോക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പവർ പോയിൻ്റ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പ്യൂരിഫയർ വെക്കാവുന്നതുമാണ്. നേരെ നമുക്ക് ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. അതിവിശാലമായുള്ളൊരു വർക്ക് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതും ഈസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ തന്നെ നമുക്ക് അടുക്കളയും കിട്ടിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ലാബ് കൊടുത്തിരിക്കുന്നത്. ധാരാളം പവർ പോയിൻ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കിട്ടുന്നുണ്ട്. സിങ്കും വരുന്നുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട്. അതായത് മേലെയും താഴെയായിട്ട് ധാരാളം കബോർഡുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും ഒക്കെ വരുന്നുണ്ട്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളം, അതായത് ബാക്കിൽ ധാരാളം സ്പേസ് ഉണ്ട്. അപ്പോൾ അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ മേലെ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഇടണമെങ്കിൽ ഇടാവുന്ന രീതിയിൽ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിൽ റൈറ്റ് സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ്, അതായത് സ്റ്റെയറിനടിയിൽ ഭംഗിയായിട്ടുള്ളൊരു കവറിങ്ങിനകത്തായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പുതിയ രീതിയിലുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഫൈബർ ലാമിനേഷൻ വർക്കും ഉണ്ട്. ഇനി കയറി വരുന്ന എൻട്രൻസിന് താഴെയായിട്ട് പെബിൾസ് ഇടാനുള്ളൊരു സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിന് സൈഡിലൊക്കെ പ്ലാന്റഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. 4 പാളി ജനലും വന്നിട്ടുണ്ട്. ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ കിട്ടിയിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. പിന്നെ 2 ബോക്സുകൾ മേലെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാൻ പറ്റും. ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഈ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിലും മാറി ഒതുങ്ങിയിട്ടൊരു ഡ്രസ്സിങ് ടേബിളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, സിറയുടെ ഫിറ്റിങ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടി. ഇനി നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇതും 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ് കൊടുത്തുള്ളത്. അതും 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിങ്ങിലേക്കൊന്ന് പോവാം. സ്റ്റെയർ വന്നിരിക്കുന്നത് വുഡും ഗ്ലാസും ആയിട്ടാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാദം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ സ്പേസോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. പെർഗോള വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ TV സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ ക്യൂരിയസ് വയ്ക്കാവുന്നതാണ്. ഫാസ്റ്റ് സീലിംഗ് വർക്കും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളും ഉടനീളം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. പതിമൂന്ന് അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാസ്റ്റ് സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, അതുപോലെ തന്നെ താഴെയുള്ള അതേ വിൻഡോസ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. താഴത്തെ ഡിസൈൻ ബോക്സി ഡിസൈൻ ആണെങ്കിൽ ഇത് ട്രയാങ്കിൾ ഡിസൈൻ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. നമ്മളിനി ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ പോകുന്നത്. നാലാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയിലുമാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിലായിട്ട് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വാഷ് ബേസിൻ തന്നെയാണ്. ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഡി റൂമിലേക്കാണ് വരുന്നത്. സ്റ്റഡി റൂം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്.
ഇതിന് സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ടോ ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ 2 കമ്പ്യൂട്ടർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫീസ് സ്പേസ് കം സ്റ്റഡി സ്പേസ് കിട്ടിയിട്ടുണ്ട്. AC-യുടെ പോയിൻ്റ് കാര്യങ്ങളെല്ലാം ഇതിലും വരുന്നുണ്ട്. ഇത് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. മേലെ ബെർത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പം ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാട്ടർ പോയിൻറ്റും പവർ യൂണിറ്റും ഒക്കെ കൊടുത്തുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. അവിടെ ഒരു അയൺ ടേബിൾ ഇടാവുന്നതാണ്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണത്. ഇത് ലോക്ക്ഡാണ്. അപ്പം ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗവും കോൺക്രീറ്റ് തന്നെയാണ് ചേർന്നത്. ഹാൻഡിൽ വരുന്നുണ്ട്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കൂടിയാണ്. അത് റൂഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയും കൂടിയാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. നീളത്തിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ബാൽക്കണി. ഫ്രണ്ടിലെല്ലാം ചെടികൾ വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ വരുന്നുണ്ട്. അതായത് സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ് വേണമെന്നുള്ളത്. ഫാർ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയും കൂടിയാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ധാരാളം ചെടികൾ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാറ്റ് ടൈൽ ഇവിടെയും വരുന്നുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2600ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 BHK ആണ്. മാത്രമല്ല കാക്കനാടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,05,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.